അല്ല, ഞാൻ നേരത്തെ നമ്മളിലേക്ക് വരുമ്പോൾ പറയാമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ ഏതായാലും ഇനി സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോഴേ പറയാമെന്ന് വിചാരിക്കാം. പറഞ്ഞോ. യെസ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിരുന്നു. അതായത് ഇവിടെ SDPI പോപ്പുലർ ഫ്രണ്ടിനെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച് അവരൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കിച്ച് അതിനെതിരെ ക്യാമ്പയിൻ നടത്തിയ ഒരു പാർട്ടിയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. അത് അവരെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. പക്ഷെ പിന്നീട് നമ്മൾ എന്താ കണ്ടത്? അപ്പം ആ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അതിനെയും ഒരു വലിയ തോതിൽ ചില വാദങ്ങളൊക്കെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നിരത്തിക്കൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കുകയും അതൊരു റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിലേക്ക് അതിനെ കൊണ്ടുവന്ന് അങ്ങനെ അങ്ങ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു നിലപാട്, ആദ്യം എടുത്ത നിലപാടും രണ്ടാമത്തെ ഈ നിലപാടുമാണ് സത്യത്തിൽ ഇവർക്ക് വളമാകുന്നത് എന്നും അതോടൊപ്പം തന്നെ അവരെ എല്ലാ തോതിലും ഇങ്ങനെ എതിർക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് പോകുന്നത്, പിന്നീട് അവരുടെ സന്തത സഹചാരികളാവുന്നതും നുഴഞ്ഞുകയറ്റം പ്രോത്സാഹിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്ന അവിടെയാണ്. അപ്പം ഞാനിവിടെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. SDPI എന്ന് പറയുന്ന പാർട്ടി അവിടെ അവർ ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിരോധിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ തീവ്രവാദ ബന്ധമാണ്. അതല്ലാതെ മറ്റ് പാർട്ടികൾക്കുള്ള പോലെ ഒരു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ എന്നൊന്നുമല്ല, ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വശം. അപ്പോൾ ഏതായാലും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് മാത്രമല്ല, കോൺഗ്രസ് ഓൾറെഡി വിസിബിളി നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത്തരത്തിലുള്ള മെയിൻ സ്ട്രീം പാർട്ടികൾ അവർ എടുക്കുന്ന ഈ നിലപാടിലെ ഇത്തരത്തിലുള്ള ഒരു പാകപ്പിഴവ്, ഒരു വിഷനില്ലായ്മ, ഇതെന്താണ് വിഷയം എന്ന് കൃത്യമായിട്ട് മനസ്സിലാകാതെയുള്ള ഈ നിലപാടുകൾ, ഇതാണ് സത്യത്തിൽ ഈ SDPI പോലെയുള്ള തീവ്രവാദ കൂട്ടങ്ങൾക്ക് വളമാകുന്നത്, നമ്മുടെ നാട് കുട്ടിച്ചോറാക്കുന്നത് എന്നുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഏതായാലും മുന്നോട്ട് പോകാം. ഓക്കെ, വിദ്യാസാഗർ.